പുളിഞ്ചോട് നിന്നാണ് ആൻമരിയ ചേരുന്നത്. ആൻമരിയ, ഈ കൊച്ചി നഗരത്തിൻ്റെ പല ഭാഗങ്ങളിലും വെള്ളക്കെട്ടുണ്ടായിരുന്നുവല്ലോ. നേരത്തെ ഇടപ്പള്ളി ടോൾ ജംഗ്ഷനിലൊക്കെ വെള്ളക്കെട്ട് നമ്മൾ കണ്ടതാണ്. നിലവിൽ ഏതൊക്കെ മേഖലകളിലാണ് വെള്ളക്കെട്ടുള്ളത് ആൻമരിയ? എറണാകുളം ജില്ലയിൽ അല്പം മഴ കുറഞ്ഞിട്ടുണ്ട്. നഗരപ്രദേശങ്ങളിലൊക്കെ ചെറിയ രീതിയിലുള്ള മഴ കുറഞ്ഞതുകൊണ്ട് ഈ എടപ്പള്ളി ടോൾ ജംഗ്ഷൻ ഭാഗങ്ങളിലെല്ലാം വെള്ളക്കെട്ട് കുറഞ്ഞിട്ടുണ്ട്. വെള്ളം ആ ഭാഗങ്ങളിലെല്ലാം എടപ്പള്ളി ടോൾ ജംഗ്ഷൻ സ്റ്റേഡിയം റോഡ് ഈ ഭാഗങ്ങളിലായിരുന്നു ആദ്യം രാവിലെ വെള്ളക്കെട്ടുണ്ടായിരുന്നത്. ആ ഭാഗങ്ങളിലൊക്കെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. കാരണം മഴ അല്പം തോർന്നു നിൽക്കുകയാണ്. പുളിഞ്ചോട് ഭാഗത്തെ ഒന്നും വെള്ളം ഇതുവരെ ഇറങ്ങിയിട്ടില്ല. ആ രീതിയിൽ തന്നെ എത്രത്തോളം വെള്ളക്കെട്ടുണ്ടായിരുന്നോ ആ രീതിയിൽ തന്നെ വെള്ളക്കെട്ട് ഇപ്പോഴും അവിടെ തുടരുകയാണ്. വാഹനങ്ങളൊക്കെ മറ്റൊരു വഴി തിരിച്ചു വിടുകയാണ് ചെയ്യുന്നത്. ഈ പല ഭാഗങ്ങളിലും സർവീസ് റോഡുകളിലടക്കം വെള്ളം കയറുന്ന ഒരു സാഹചര്യമാണ് ആദ്യഘട്ടത്തിലുണ്ടായിരുന്നത്. കാരണം ഇന്നലെ രാത്രി മുതൽ പെയ്യുന്ന മഴ അത് നിർത്താതെ പെയ്തുകൊണ്ടിരുന്നതാണ് ഈ രീതിയിൽ വെള്ളക്കെട്ടുണ്ടാക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത്. ഏറ്റവും കൂടുതൽ മഴ ജില്ലയിൽ പെയ്തിരിക്കുന്നത് ആലുവ, കളമശ്ശേരി ഭാഗങ്ങളിലാണ് ഏറ്റവും കൂടുതൽ മഴ പെയ്തത്. അതുകൊണ്ട് തന്നെയാണ് പുളിഞ്ചോട് ഭാഗത്ത് വെള്ളം കയറാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. ആലുവ റെയിൽവേ സ്റ്റേഷൻ റോഡുകളിലും വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു. 20ഓളം വീടുകളിലും 10ഓളം കടകളിലും ഒക്കെ വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പുളിഞ്ചോട് ഭാഗത്തേക്ക് കടകൾ രാവിലെ ആദ്യഘട്ടത്തിൽ അവർ വെള്ളം കയറിയ സമയത്ത് വെള്ളം മാറ്റി കടകൾ തുറന്ന് പ്രവർത്തിച്ചെങ്കിലും പിന്നീട് വെള്ളക്കെട്ട് അതിരൂക്ഷമായതോടെ കടകളെല്ലാം ആ ഭാഗത്തെയെല്ലാം അടച്ചിട്ടിരിക്കുകയാണ്. വീടുകളിൽ ഉൾപ്പെടെ വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടായതുകൊണ്ട് വലിയ രീതിയിൽ വെള്ളം കയറുന്ന വീടുകളിൽ നിന്നെല്ലാം ആളുകൾ മാറി താമസിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ആ ഭാഗത്തെ ആളുകളൊക്കെ അവിടെ നിന്നും ഒഴിഞ്ഞു പോയിട്ടുണ്ട്. അതായത് ജില്ലയിൽ മഴ അല്പം ഇപ്പോൾ കുറഞ്ഞു നിൽക്കുകയാണ് എങ്കിൽ പോലും ചില പ്രദേശങ്ങളിലെ വെള്ളക്കെട്ടുകളെല്ലാം ആ രീതിയിൽ തന്നെ തുടരുന്നുമുണ്ട്. ഉന്മേഷ്.